മാളിക്കുന്ന് എത്തി രാവിലെ തന്നെ ഒരു ചായയും കുടിച്ച് നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ മാളിക്കുന്ന് ഉമ്മ തന്നതായിരുന്നു ഈ ഒരു കടച്ചക്ക. അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. എന്തായാലും ഉണ്ടാക്കില്ല, അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ വീഡിയോ പകുതി ആയപ്പോഴത്തേക്കും പകുതി കാര്യങ്ങൾ ഞാൻ എടുക്കാൻ വേണ്ടി മറന്നു. ഇത് വെക്കാൻ തുടങ്ങുന്ന ടൈമിൽ നല്ല ഓർമ്മ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കണ്ടെന്നുള്ളത്. പിന്നെ പകുതി ആയപ്പോഴത്തേക്കും ഞാൻ ആകെ മറന്നുട്ടോ, പിന്നെ ഒന്നും എടുത്തില്ല. ഇതുപോലെ കട്ട് ചെയ്ത് വേവിച്ചെടുത്ത് അതിലേക്ക് തക്കാളി, ഉള്ളി, പിന്നെ നമ്മൾ പച്ചമുളക്, കറിവേപ്പില കാര്യങ്ങളൊക്കെ പേസ്റ്റാക്കി ഈ കടച്ചക്ക വേവിച്ചെടുത്ത് അതിലേക്ക് ഒരു തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് റെഡിയാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റെസിപ്പി എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് മറന്നു. അങ്ങനെ നമ്മൾ കടച്ചക്ക റെഡിയായി. ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് കടച്ചക്ക ഇതുപോലെ വരട്ടിയതും പിന്നെ കടച്ചക്ക ഒന്ന് ഫ്രൈ ചെയ്തതുകൊണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട്. മീൻ പൊരിച്ചത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ ഇത് മാത്രമേ എന്ന് വെച്ചിട്ടുള്ളൂ. ഉമ്മ അപ്പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഒന്നോ രണ്ടോ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉമ്മ അപ്പുറത്തുനിന്ന് എന്തെങ്കിലും കൊടുന്നേരും. അങ്ങനെ മീൻ പൊരിച്ചതും ഇതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഈ സുർക്കിയിലിട്ട കറുകത്തും കൂടി ഉണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ പിന്നെ ഷകാക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 4 മണിക്ക് എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിട്ടുണ്ടോ. 10ാം ക്ലാസ്സിലൊപ്പം പഠിച്ചതായിരുന്നു. അപ്പോൾ ഓൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആ ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓലപ്പം കുറച്ചധികം നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞാണ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്രണ്ടിൻ്റെ മോനാണ്, ആൾക്ക് പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നിഷാഖാൻ്റെ അടുത്തൊക്കെ നല്ല കമ്പനിയായിരുന്നു. ഒരു വീട് കണ്ടിട്ടുണ്ടായില്ല, ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റിയിട്ടുണ്ടായില്ല, അങ്ങനെ വന്നതായിരുന്നുണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോട്ടപ്പാടത്ത് പോയി മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. നിഷാഖാൻ്റെ ഫ്രണ്ടിൻ്റെ കടയുണ്ടോ. നിഷാഖാൻ മീൻ വാങ്ങാൻ പോയാൽ മിക്കവാറും ഇവിടെ നിന്ന് തന്നെയാണ് മീൻ വാങ്ങാറ്. നല്ല അടിപൊളി ഫ്രഷ് മീനാക്കാരം. മീനിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ടേസ്റ്റ് വ്യത്യാസമുള്ള മീനാണെങ്കിൽ ആര് വന്നാലും അത് കാര്യം നോക്കി പറയും ആൾ. ഇല്ല, ടേസ്റ്റ് ഇല്ല, വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി എന്നുള്ളത്. പിന്നെ കൂന്തളും കാര്യങ്ങളും കുറേ ഐറ്റം മീനുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഏത് മീനാണ് വാങ്ങിയത് പിന്നെ ചോദിക്കാനല്ല, സ്വാഭാവികം നത്തൽ തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ കുറച്ചായിട്ട് വെറും നത്തലിൻ്റെ ഒരു കളിയാണ്. പിന്നെ അത് വാങ്ങി നേരെ റിച്ചൂസിൽ കയറി അനുവിനൊരു ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു. ക്രോക്സ് ആണോ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മദ്രസ്ക്കും സ്കൂൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സാധാരണ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെരുപ്പ്. അപ്പോൾ ഈ ഒരു ബ്ലൂവും വൈറ്റും ആണ് ഇഷ്ടമായത്, അതന്നെ എടുത്തിട്ടോ. ഓനിക്ക് എന്തേ ഇഷ്ടമായി അതന്നെ എടുക്കേണ്ടി വരും. വൈറ്റ് ഇട്ട് കാണാൻ നല്ല രസമാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ആകെ മാറും. പിന്നെ അനുവിൻ്റെ കയ്യിലല്ലേ കിട്ടണത്. പിന്നെ നേരെ ഏക്കയിൽ പോയി കുറച്ച് കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അത് വാങ്ങി നേരെ വീട്ടിൽ വന്ന് ഫുഡും കഴിച്ചു. രാത്രി കിടക്കാൻ നേരം ഒരു പൂവടിയും ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.